ഒരു കഥ പറയട്ടെ. അപ്പോൾ ഒരു ഐലൻഡിൽ എല്ലാ ഇമോഷൻസും, അതായത് ഫീലിങ്സും കൂടെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എല്ലാ ഫീലിങ്സും എന്ന് പറയുമ്പം ആങ്കർ, ലവ്, പിന്നെന്താ പറയുക, മൂഡ് സ്വിങ്സ്, അങ്ങനെ നമ്മൾ ഏതൊക്കെ ഫീലിങ്സ് ഉണ്ടോ അതെല്ലാം ഒരുമിച്ച് ഒരു ഐലൻഡിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഐലൻഡിലേക്ക് ഭയങ്കരമായിട്ടും ഈ തിരമാല അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കൊടുങ്കാറ്റടിച്ചിട്ട് തിരമാലകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഏത് നിമിഷവും നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം തിരമാല അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐലൻഡ് മൊത്തത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ലവ് എന്ത് ചെയ്തു? ലവ് ഒരു ബോട്ടുണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാ ഫീലിങ്സും കൂടെ ചാടി ബോട്ടിനകത്ത് കയറി. അപ്പോൾ ഒരു ഫീലിങ്സ് മാത്രം കയറാതെ അവിടെ മാറി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈഗോ ആണ്. ഈഗോ അവിടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ലവ് പോയിട്ട് ഈഗോനെ കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരു വിധത്തിൽ ഈഗോ കയറത്തില്ല. ലവ് കുറേ പറഞ്ഞു, ബാ നമുക്ക് പോവാം, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ ഈഗോ ഒരു രക്ഷയില്ലാതെ അവിടെ ഇങ്ങനെ വാശി പിടിച്ചങ്ങിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഫീലിങ്സ് എല്ലാം പറഞ്ഞു ലവിനോട്, നീ അവിടെ ഈഗോനെ ഉപേക്ഷിച്ച് വാ, അവിടെ കടന്നോട്ടെ, അവൻ വരുന്നില്ലെങ്കിൽ വരണ്ട, നമുക്ക് പോകാം, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് അവർ കുറേ തവണ വിളിച്ചു. കാരണം ഇത് തിരമാല വീണ്ടും വീണ്ടും അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ എല്ലാവരും ജീവനോടെ ഇരിക്കുകയുള്ളൂ എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവർ വീണ്ടും വീണ്ടും പറയണം. പക്ഷെ ലവ് ഒരു രക്ഷയില്ലാതെ ഈഗോനെ വീണ്ടും വീണ്ടും കൺവിൻസ് ചെയ്ത് വാ നമുക്ക് പോവാം, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പം ഈഗോ വരാതിരുന്നപ്പോഴത്തേക്കും ലവ് എന്ത് തീരുമാനിച്ചു? ഈഗോനോട് കൂടെ ആ ഐലൻഡിൽ ഇരിക്കുക. എത്ര നാൾ അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാൽ അത്രയും നാൾ അവിടെ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിൽ ലവ് ഈഗോയുടെ കൂടെ നിന്നു. അപ്പം ബാക്കിയുള്ള ഫീലിങ്സ് എല്ലാം ബോട്ടിൽ രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ രക്ഷപ്പെട്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും ആ ഐലൻഡിൽ മരിച്ചു. കാരണം അവിടെ വെള്ളം കയറി അവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പാഠമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എപ്പോഴും ഈഗോ, നമ്മൾ ഒരു ഈഗോൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഈഗോവും വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ഈഗോ വെച്ചിരുന്നിട്ട് നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അവർ തമ്മിൽ അടികൂടി, ഈഗോൻ്റെ കാരണത്തിൽ അടികൂടിയിട്ട് ഈഗോ ശരി ഞാൻ എൻ്റെ ഈഗോവും കൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്നും പറഞ്ഞിട്ട് നിന്നിട്ട് അതിൽ അവർ ജയിച്ചു എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈഗോ കൊണ്ടാണ് നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സത്യത്തിൽ ഈഗോ കൊണ്ട് നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത്, നിങ്ങൾ തോൽക്കുകയാണ് ചെയ്തത്. പകരം അങ്ങനെ റിലേഷൻഷിപ്പിൽ അതിന് പകരം നിങ്ങൾ ലവിന് വേണ്ടിയാണ് നിങ്ങൾക്കത് ആ റിലേഷൻഷിപ്പ് നിങ്ങൾ പരസ്പരം സ്നേഹമില്ല, ലവ് ഇല്ലാതെ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ സത്യത്തിൽ അതൊരു വിക്ടറിയാണ്. കാരണം സ്നേഹത്തിന് വേണ്ടി നമ്മൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി മുന്നോട്ട് പോയിട്ട് അത് നേടാൻ പറ്റിയില്ല, അപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു, ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഒരു പരാജയമല്ല, പക്ഷേ പകരം ഒരു വിജയമാണ്. അപ്പം നമ്മൾ ഈഗോയ്ക്ക് വേണ്ടി നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കുന്നത് പരാജയവും, എന്നാൽ ലവിന് വേണ്ടി നമ്മൾ തോറ്റു എന്ന് വിചാരിക്കുന്നത് ശരിക്കും ഒരു വിക്ടറിയാണ്. അപ്പം അതാണ് നമ്മൾ ഈ മോറൽ കൊണ്ട് അതായത് ഇതിനകത്ത് ഈ കഥയിലൂടെയുള്ള നമുക്ക് എന്താ പറയുക ഒരു ലെസൺ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ റിലേഷൻഷിപ്പിൽ ഈഗോ വെച്ചുകൊണ്ടിരിക്കാതെ പകരം സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് അത്രത്തോളം നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കും.